ഹലോ, ഹായ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, ആലിയ സംസാരിക്കാനൊക്കെ തുടങ്ങിയോ? ആലിയ പാട്ട് പാടുന്ന വീഡിയോസ് അല്ലാതെ ഇപ്പം കുറച്ച് ട്രെൻഡിങ് ഷോർട്സുകളും ട്രെൻഡിങ് ഓഡിയോ വെച്ചിട്ടുള്ള ഷോർട്സുകളും കുറച്ച് വ്ളോഗുകളും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന്. അതെന്താ സംഭവം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും. അപ്പം വേറൊന്നുമല്ല, നമ്മൾ ഈ ചാനലിൽ മ്യൂസിക് കവേഴ്സ് അല്ലാതെ ഇനി വ്ളോഗുകളും എൻ്റെ ഡെയിലി ലൈഫിലെ ഓരോ പരിപാടികളും അല്ലാതെ കുറച്ച് വിശേഷങ്ങൾ പറയുന്ന ടൈപ്പ് വ്ളോഗുകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സംസാരിച്ച് വന്ന് സ്റ്റാമറായി നിൽക്കുന്നുണ്ടോ? ഇത് തന്നെയാണ് മെയിൻ പ്രശ്നം. അതായത് യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ട ഒരു ആവശ്യം തോന്നിയത്. കാരണം ഞാൻ മുമ്പ് നന്നായി സംസാരിക്കുന്ന ഒരാളായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ സംസാരിക്കാൻ കഴിയുന്ന സമയത്തൊന്നും ഞാൻ സംസാരിച്ചതുമില്ല, വീഡിയോസ് കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുമില്ല. പക്ഷേ ഇപ്പോൾ ഐ ഫീൽ ദ നെസസിറ്റി. എന്താ, ഞാൻ പാട്ട് പാടുന്നതിനപ്പുറം ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനൊക്കെ വളരെ സംസാരിക്കാൻ പൊതുവെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഓരോ വിഷയങ്ങളെ പറ്റി സംസാരിക്കാനും ഒക്കെ ആഗ്രഹമുണ്ട്. സോ നിങ്ങളും എൻ്റെ ഈ ജേർണിയിൽ ഉണ്ടാകുമെന്ന് കരുതുന്നു. പിന്നെ എനിക്ക് അറിയില്ല, ശരിക്കും എൻ്റെ ഈ ചാനൽ എന്ന് പറയുന്നത് വളരെ ഒരു കൊച്ചൊരു ചാനലാണ്. അപ്പോൾ അതിനകത്ത് ആകെ ഉണ്ടായിരുന്ന 1000 എത്രയോ സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ്. പക്ഷെ ഞാൻ എന്തിട്ടാലും അവർ വളരെ ക്ഷമയോടുകൂടി തന്നെ എൻ്റെ എല്ലാ പല നിഷ് ടൈപ്പ് വ്ളോഗുകളാണെങ്കിലും പാട്ടാണെങ്കിലും എല്ലാം അവർ കാണാറുണ്ടായിരുന്നു. വളരെ ജെനുവിൻ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈവൻ ദോ ഇറ്റ് ഈസ് വെരി സ്മോൾ. I know I have a very small family, but I am happy that I'm having genuine subscribers. So for that reason, I'm very grateful to all of you. And also, ഇപ്പം എന്ത് കണ്ടിട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ഏത് വീഡിയോ കണ്ടിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്തത്, അതിപ്പം പാട്ടായിക്കോട്ടെ, അതല്ല വേറെ ഏതെങ്കിലും ട്രാവൽ വ്ളോഗ് ആയിക്കോട്ടെ, അതിനൊക്കെ ഒരുപാട് താങ്ക് യു. ആൻഡ് ഓൾസോ ഐ വിൽ ട്രൈ ടു കീപ് posting the same kind of content as well. Like പാട്ട് കവേഴ്സ് മാത്രമല്ല, വ്ളോഗുകളും ഉണ്ടായിരിക്കും. അല്ലാതെ ഡെഫിനറ്റ്ലി കൂടുതൽ ഓഫ് കോണ്ടന്റ് പോസ്റ്റ് ചെയ്യാനേ ചാൻസ് ഉള്ളൂ. ഒരു പെർട്ടിക്കുലർ ടൈപ്പ് നിന്ന് പോകുമൊന്നുമില്ല. അതുപോലെ തന്നെ പറയാനുള്ളത്, പാട്ട് കവേഴ്സിൽ നമുക്കിപ്പം കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് ഞാൻ മെയിൻലി ഇത് സംസാരിച്ച് ടൈപ്പുള്ള വീഡിയോസ് തുടങ്ങണം എന്ന് വിചാരിക്കാനുള്ള കാരണം തന്നെ അതാണ്. കാരണം എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇപ്പം ഒരു ഇട്ട എല്ലാ വീഡിയോസിലെയും ഒരു 85 to 90% വീഡിയോസോളം കോപ്പിറൈറ്റ് ക്ലെയിം ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ബിക്കോസ് എല്ലാ മ്യൂസിക് കവേഴ്സിന്, എനിക്കൊന്ന് മ്യൂസീഷ്യൻസിൻ്റെ സിംഗേഴ്സിനെല്ലാം ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇഫ് they have a YouTube channel, they are on YouTube, they might be facing the same issue. അപ്പം എനിക്കാണെങ്കിലും പലതിനും കോപ്പിറൈറ്റ് ക്ലെയിം ഉണ്ട്. എൻ്റെ ഒരു പെർട്ടിക്കുലർ ഇപ്പോൾ റീസെൻ്റ്ലി യൂട്യൂബിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഓഫ് അവർ ഷോർട്സ് ദേ ഹാവ് എക്സ്പാൻഡഡ് ദിയർ ടൈം. അവർ ടൈം ഡ്യൂറേഷൻ ഒരു 3 minutes ഷോർട്സ് വരെ അപ്ലോഡ് ചെയ്യാമെന്നാക്കി. അപ്പോൾ ഉള്ള പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ചാൽ, നമ്മൾ റീൽസിലൊക്കെ വേണ്ടിയിട്ട് ഈ ലോങ് ഫോമാറ്റിൽ എടുക്കുമ്പോഴത്തേക്കും അത് ആണല്ലോ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാൻ എളുപ്പം, റീൽസായിട്ട് അപ്ലോഡ് ചെയ്യാൻ എളുപ്പം. അപ്പം ആ ഒരൊറ്റ സംഭവം നമ്മൾ വീഡിയോ ആയിട്ട് എടുക്കുന്നു, അത് തന്നെ നമ്മൾ ഇൻസ്റ്റയിൽ റീൽസ് ഇടുന്നു, എന്നിട്ട് അത് തന്നെ നമ്മൾ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് അല്ലെങ്കിൽ ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്താലും വീഡിയോ ആകുമായിരുന്നു ഈ ഒരു അപ്ഡേഷൻ വരെ. പക്ഷെ ഈ ഒരു അപ്ഡേറ്റ് വന്നതിന് ശേഷം ഇപ്പോൾ 3 minutes വരെയുള്ള ഇങ്ങനത്തെ വേർട്ടിക്കൽ വീഡിയോസ് എല്ലാം യൂട്യൂബ് ഷോർട്സ് ആവുന്നത് കൊണ്ട് തന്നെ ചെറിയ മ്യൂസിക് ഷോർട്ട് കവേഴ്സ് എല്ലാം നമ്മൾ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടും അത് ഓട്ടോമാറ്റിക്കലി ഷോർട്സ് ആയി കൺവേർട്ട് ആകപ്പെടുകയാണ്. അപ്പം ഷോർട്സ് ആയി കൺവേർട്ട് ആകപ്പെടുമ്പോഴത്തേക്കും അതിൽ കോപ്പിറൈറ്റ് വയലേഷൻ ഭയങ്കരമാണ്. അതായത് നമ്മളിപ്പം കോപ്പിറൈറ്റ് ക്ലെയിം വന്നിട്ട് എനിക്ക് വീഡിയോസിൽ വരുന്ന പോലല്ല, എൻ്റെ വേർട്ടിക്കൽ സംഭവത്തിനൊക്കെ ഷോർട്സിന് നോർമലി പണ്ട് ഷോർട്സിന് ഈ ഡ്യൂറേഷൻ കൂടുന്നതിന് മുമ്പേ ഷോർട്സിൽ ശരിക്കും കോപ്പിറൈറ്റ് ഒരു ഇഷ്യൂ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ടൈം ഡ്യൂറേഷൻ കൂട്ടിയപ്പം ഷോർട്സിനും ആ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നുണ്ട്. എസ്പെഷ്യലി 1 minute എക്സീഡ് ചെയ്ത് 3 minutesലോട്ട് ആ ഒരു സംഭവം കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നുണ്ട്. ആൻഡ് ഓൾസോ എൻ്റെ ആർട്ട് തൊട്ട് മ്യൂസിക് കവറൊക്കെ ബ്ലോക്ക്ഡ് ആയിരുന്നു. ഇറ്റ് ഈസ് ബ്ലോക്ക്ഡ് ഇൻ സം റീജിയൻസ് എന്ന് പറഞ്ഞിട്ട്, പാർഷ്യലി ബ്ലോക്ക്ഡ് എന്നൊക്കെ പറഞ്ഞാൽ കാണിക്കുന്നത്. സോ മ്യൂസിക് കവേഴ്സിന് പാട്ടുകൾ പാടി യൂട്യൂബിൽ ഇടുന്നതിന് അങ്ങനെ കുറച്ച് പരിമിതികൾ, കുറച്ച് ബുദ്ധിമുട്ട് എനിക്കല്ല, പക്ഷെ യൂട്യൂബിൽ കുറച്ച് ടെക്നിക്കാലിറ്റീസ് പരമായിട്ട് കോപ്പിറൈറ്റിൻ്റെ കുറേ പ്രശ്നങ്ങളും ഇഷ്യൂസൊക്കെ ഉണ്ട്. എങ്കിൽ പോലും അയാൾ ട്രൈ പോസ്റ്റിംഗ് ഫ്രം മൈ സൈഡ് കൺസിസ്റ്റൻ്റ്ലി. ഞാൻ എൻ്റെ ഭാഗത്തു നിന്നും പാട്ടുകൾ പാടാനും പാടിയിടാനും പോസ്റ്റ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നതായിരിക്കും.
So yeah, that's all about me right now and my YouTube channel right now, and that I genuinely feel to grow on YouTube. പണ്ട് എനിക്ക് അങ്ങനെ ഇല്ലായിരുന്നു. For some reason my purpose on YouTube was something else. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഈ കഴിഞ്ഞ വർഷം വരെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ കവർ സോങ്സ് ഇടുന്നതിൻ്റെ ഏക ഉദ്ദേശം എൻ്റെ പാട്ട് എല്ലാവരിലേക്കും എത്തുക, അല്ലെങ്കിൽ എനിക്ക് മ്യൂസിക് ഡയറക്ടേഴ്സിലേക്കൊക്കെ പാട്ട് എത്തിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം. ആൻഡ് എനിക്ക് അത് കിട്ടി എന്നുള്ളതാണ്, അത് സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് നെറ്റ്വർക്കിങ്ങും കൊളാബറേഷനും ഒക്കെ എനിക്ക് കൂടുതലും കിട്ടിയത് ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ്. സോ ഐ ഫൈൻഡ് ഇൻസ്റ്റാഗ്രാം ഇസ് എ better platform, like in reaching out to the right people. YouTube is a very good platform. ഞാൻ ഉദ്ദേശിച്ചത്, അപ്പം ഞാൻ എന്താണോ ഉദ്ദേശിച്ച ആ ഉദ്ദേശ്യം, ആ ശുദ്ധമായ ഉദ്ദേശമായിരുന്നു, അത് കിട്ടിയിട്ടുണ്ട്, ആ ലക്ഷ്യം അത് സാധിച്ചിട്ടുണ്ട്. അപ്പം ഇനി എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ വർഷമാണ് ഞാൻ യൂട്യൂബ് എന്നുള്ള പ്ലാറ്റ്ഫോമിനെ പറ്റി ഓക്കെ വൈ നോട്ട് പുട്ട് സം വീഡിയോസ് ആൻഡ് വ്ളോഗ്സ്, അങ്ങനെയാണ് കഴിഞ്ഞ വർഷം ഞാൻ കുറച്ച് എന്തൊക്കെയോ അപ്പത്തെ ട്രെൻഡും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തത്. അപ്പം പിന്നെ എഗെയിൻ മോണിറ്റൈസേഷൻ ഓൺ യൂട്യൂബ്. ഞാൻ കഴിഞ്ഞ വർഷം വിചാരിച്ചായിരുന്നു യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ കഴിഞ്ഞ വർഷമാണ് എനിക്ക് സീരിയസ് ആയിട്ട് തോന്നിയത്. സോ വൈ നോട്ട് യൂട്യൂബിൽ നിന്നും ഏൺ എന്തുകൊണ്ട് ഞാൻ ഇതുവരെ അത് ആലോചിച്ചിട്ടില്ല എന്നൊക്കെ എനിക്ക് തോന്നി. അതുവരെ എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടുക, യൂട്യൂബർ ആവുക, മോണിറ്റൈസേഷൻ കിട്ടുക, ഓണസ്റ്റ്ലി കഴിഞ്ഞ വർഷം വരെ എനിക്ക് അങ്ങനെ ഒരു വലിയൊരു ചിന്തയില്ലായിരുന്നു. ഞാൻ പാട്ട് മാത്രമേ എടുത്തുള്ളൂ, അങ്ങനത്തെയൊക്കെ ഒരു ഇതായിരുന്നു. വ്ളോഗ്, ചമ്മൽ, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം എനിക്കൊരു ചമ്മലും ഇല്ല. പിന്നെ എൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ മാറി. ഓക്കെ, ഞാൻ റിയലൈസ് ചെയ്തു മ്യൂസിക് കവേഴ്സ് പോസ്റ്റ് ചെയ്യാനുള്ള ബെസ്റ്റ് പ്ലാറ്റ്ഫോം ഇസ് ഇൻസ്റ്റാഗ്രാം. ഹിയർ യു ക്യാൻ പോസ്റ്റ് മ്യൂസിക് കണ്ടന്റ്, ബട്ട് അതർ ദാൻ ദാറ്റ് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി, പേർപ്പസിന് വേണ്ടിയിട്ട് യു ഹാവ് ടു സ്റ്റാർട്ട് ടോക്കിംഗ് വിത്ത് പീപ്പിൾ. എന്നാലേ ആൾക്കാർക്ക് കണക്റ്റ് ആവത്തുള്ളൂ. ആൻഡ് ദർ ഇസ് നോ പോയിന്റ് ഓഫ് ലൈക്ക് ഞാൻ വല്ലപ്പോഴും ഒരു വ്ളോഗ് പോസ്റ്റ് ചെയ്യുന്നത്, വല്ലപ്പോഴും എനിക്ക് തോന്നിയതൊക്കെ മാത്രം ഇടുന്ന, ആൾക്കാർക്കൊരു കണക്ഷൻ ഫീൽ ചെയ്തില്ലല്ലോ. അത് എനിക്ക് തന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങിയോ. ഓക്കെ, ദോസ് 1000 പീപ്പിൾ, അവർ പാവങ്ങൾ, ഞാൻ എന്തിട്ടാലും അതിങ്ങനെ കണ്ടോണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഇടയ്ക്ക് നമ്മളൊന്ന് സംസാരിക്കുകയും അങ്ങനെ സംസാരങ്ങൾ ഉണ്ടാവണ്ടേ. അപ്പം ഐ ഫീൽ നൗ ഇറ്റ്സ് എ റൈറ്റ് ടൈം ഫോർ മീ ടു സ്റ്റാർട്ട് ദിസ് തിങ്, സ്റ്റാർട്ട് വ്ളോഗിങ് കൈൻഡ് ഓഫ്. അപ്പം ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് വിൽ ഗോ, ബട്ട് I feel I am ready for it. I am all ready for it. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഇങ്ങനെ സംസാരിച്ചിടുന്നത്. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവരോടും എനിക്ക് വളരെയധികം നന്ദി, സ്നേഹം. താങ്ക് യു സോ മച്ച്, ആൻഡ് കീപ് സപ്പോർട്ടിങ് ദ സെയിം വേ. ബൈ.